Good afternoon. Good afternoon, ma'am. Okay, good afternoon. Good afternoon, Miss. Okay. തുടങ്ങാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അതിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കും കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കും കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാനേ. Hospital acquired infection. Introduction. A hospital acquired infection is also known as a nosocomial infection. Underline ചെയ്തു വെക്കാം കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. The word nosocomial is derived from the Latin word nosocomium. Underline ചെയ്തു വെക്കാം കേട്ടോ. Which means ഹോസ്പിറ്റൽ അല്ലെ. അപ്പൊ നോക്കുക, നോസോകോമിയൽ എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള നോസോകൊമിയോൺ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. ആ നോസോകൊമിയോൺ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണ്? ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ. എന്താണ് മീനിങ്? ഹോസ്പിറ്റൽ എന്നാണ്. ഓക്കെ, ഇനി നോക്കാം. ഇറ്റ് ഈസ് എൻ ഇൻഫെക്ഷൻ ദാറ്റ് ഈസ് അക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ഓർ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന 3 പേരുകൾ പഠിച്ചു വെക്കാം കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, അതിന് പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. പിന്നെ മറ്റൊരു പേരും കൂടി എന്താണ്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അതായത് നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഫെക്ഷൻ ആണ് അല്ലെ. ഏത് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാം. ഓക്കെ, അതുകൊണ്ട് മറ്റൊരു പേരും കൂടി ഉണ്ട്, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഇനി നോക്കാം. Such an infection may be acquired in hospitals, rehabilitation centers, nursing homes, outpatient clinics, diagnostic laboratories or other clinical settings. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് എവിടെയൊക്കെ ഉണ്ടാവാം? ഹോസ്പിറ്റലുകളില്, റീഹാബിലിറ്റേഷൻ സെന്ററുകള്, നഴ്സിംഗ് ഹോംസുകള്, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകള്, ഡയഗ്നോസ്റ്റിക് ലബോറട്ടറികള്, ഇവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ എന്താണ് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, അത് ഒരു പേഷ്യന്റിന് മാത്രമല്ല, അവരെ പരിചരിക്കുന്ന ഡോക്ടേഴ്സിനും നഴ്സസിനും അറ്റൻഡേഴ്സിനും ഒക്കെ ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നോക്കാം. ഇൻഫെക്ഷൻ ഈസ് സ്പ്രെഡ് ടു ദ അഫക്റ്റഡ് പേഷ്യന്റ് ഇൻ ദ ക്ലിനിക്കൽ സെറ്റിംഗ് ബൈ മെനി മീൻസ്. പല രീതിയിലും ഈ ഒരു ഇൻഫെക്ഷൻ പേഷ്യന്റിലോട്ട് എത്താവുന്നതാണ്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എന്താണ് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. നോക്കുക, ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൾസോ സ്പ്രെഡ് ദ ഇൻഫെക്ഷൻ ബിസൈഡ്സ് ടു ദ കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്, ബെഡ് ക്ലീനേഴ്സ് ഓർ എയർ ഡ്രോപ്ലെറ്റ്. എയർ എന്നാണ് കേട്ടോ, എന്നല്ല എയർ ഡ്രോപ്ലെറ്റ്സ് കേട്ടോ. അതായത് ഇങ്ങനെ ഈ പറയുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും ഈ ഒരു ഇൻഫെക്ഷൻ വരാവുന്നതാണ് അല്ലെ. പ്രത്യേകിച്ച് എന്താണ്? ബിസൈഡ്സ് ടു കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്, ബെഡ് ലിനൻസ് ആൻഡ് എയർ ഡ്രോപ്ലെറ്റ്. അല്ലെ, പ്രത്യേകിച്ച് നമുക്ക് അറിയാം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ വഴിയായിട്ട്, അല്ലെങ്കിൽ പേഷ്യൻസുകൾ ഉപയോഗിക്കുന്ന ബെഡ് ലിനൻസ് അല്ലെ, ഈ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള്, അല്ലെങ്കിൽ എയർ ഡ്രോപ്ലെറ്റ്സ് അല്ലെ, അതായത് നമ്മൾ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എയറിലോട്ട് പോകുന്ന ഉമിനീരിന്റെ അംശങ്ങൾ, അതിൽ നിന്നും ഒക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ്? ഇറ്റ് ക്യാൻ ആൾസോ ഒറിജിനേറ്റ് ഫ്രം ദ ഔട്ട്സൈഡ് എൻവയോൺമെന്റ്, അനദർ ഇൻഫെക്റ്റഡ് പേഷ്യന്റ് സ്റ്റാഫ് who are infected. അത് മാത്രമല്ല, ഈ ഒരു ഇൻഫെക്ഷൻ ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും ലഭിക്കാം, നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും നമുക്ക് ലഭിക്കാം. അതുകൂടാതെ നമ്മുടെ തന്നെ ശരീരത്തിൽ വസിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് മൂലവും നമുക്ക് ഈ പറയുന്ന അസുഖം ഉണ്ടാവാം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള എന്താ പറയുക ഫംഗസുകള്, അല്ലെങ്കിൽ ഈ പറയുന്ന പാരസൈറ്റ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അവയിൽ നിന്നും നമുക്ക് എന്ത് വരാം? ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്.
ഓക്കെ, എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. നോക്കുക, ഇത് can also originate from the outside environment ആവാം. Another infected patient മറ്റൊരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് who are infected or in some cases ചില സമയങ്ങളിൽ the source of the infection cannot be ascertained. അതായത് ഈ ഒരു ഇൻഫെക്ഷന്റെ സോഴ്സ് എവിടെയാണെന്നത് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇൻ സർട്ടൈൻ കേസസ് ദ മൈക്രോ ഓർഗാനിസം എമർജസ് ഫ്രം ദ പേഷ്യൻസ് ഓൺ സ്കിൻ becoming opportunistic after the surgery. നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോ നമ്മുടെ ഈ ഒരു പേഴ്സന്റെ ശരീരത്തിൽ നിന്ന് തന്നെ മൈക്രോ ഓർഗാനിസംസിൽ നിന്ന് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് സർജറിക്കൊക്കെ ശേഷം ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, nosocomial infection shows a tendency to lack proof that it was present when the patient got into the healthcare setting. Thus meaning it was acquired post-operation. അതായത് നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ അസുഖം ഉണ്ടായിരിക്കില്ല. അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഈ അണുബാധ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേര് എന്ത് പറയുന്നത്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിൽ നിന്ന് ആർജിക്കുന്ന ഇൻഫെക്ഷൻ എന്ന് അറിയാനുള്ള കാരണം. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ നോസോകോമിയൽ ഇൻഫെക്ഷനെ പറ്റിയിട്ട്? അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പറയുന്ന പേരുകൾ എന്തൊക്കെയാണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം, ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. പിന്നെ ദ വേർഡ് നോസോകോമിയൽ എന്ന് പറയുന്നത് ലാറ്റിൻ പദമായിട്ടുള്ള നോസോകോമിയോണിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അതിന്റെ മീനിങ് എന്താണ്? ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ ഈ ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യപ്പെടാം. അങ്ങനെ നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഇത്തരം ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് തന്നെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ് മൂലവും നമുക്ക് ഇത്തരത്തിലുള്ള അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. ആരോഗ്യ ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഈ ഒരു അസുഖം ഉണ്ടായിരിക്കില്ല, അതിനുശേഷമാണ് അവർക്ക് ഈ അണുബാധ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേര് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഒന്ന് ജസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാമോ? ഒന്ന് വായിക്കട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, വായിച്ചോ? ഓക്കെ ആണോ? ശരി, അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് കേട്ടോ. അതായത് നോസോകോമിയൽ ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസുകൾ എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. നോക്കാം, അതിന്റെ നമ്മൾ പറഞ്ഞില്ലേ, സമയം വെച്ചിട്ടാണ് സാധാരണ ഇത് പറയുന്നത് കേട്ടോ. നോക്കാം, ഫോർ HAI എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന്റെ ഷോർട്ട് ആക്കിയിട്ടാണ് കേട്ടോ. HAI എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്നാണ് കേട്ടോ. അപ്പൊ നോക്കാം, ഫോർ HAI the infection must arise എങ്ങനെയൊക്കെയാണ്? up to 48 hours after the hospital admission.
എന്താണ് അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം 48 മണിക്കൂറിന് ശേഷമാണ് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. നമ്മൾ പറഞ്ഞില്ലേ, സമയം വെച്ചിട്ടാണ് അത് പറയുന്നത് കേട്ടോ. അതായത് രോഗി അഡ്മിറ്റ് ചെയ്ത് 48 മണിക്കൂറിന് ശേഷമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അത് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നു. പിന്നെ ചില ആളുകൾക്ക് ആശുപത്രിയിൽ വിടുന്നത് വരെ പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടാവില്ല, പക്ഷെ രോഗാണു അവരുടെ ശരീരത്തിനകത്തേക്ക് കയറിയിട്ടുണ്ടാവും. പക്ഷെ ഇവര് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി ഒരു 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നോക്കാം അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് കഴിഞ്ഞ് വീട്ടിലെത്തി 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയും. അടുത്ത നോക്കാം, in a healthcare facility when someone was admitted for the reasons except for the infection. അതായത് ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണം കൊണ്ട്, അണുബാധയല്ലാത്ത കാരണം കൊണ്ട്, അണുബാധ ഒഴികെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിനും ഇത്തരത്തിലുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. അതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഇൻഫെക്ഷൻ അല്ലാത്ത കാരണം കൊണ്ട് ഇപ്പൊ മറ്റേതെങ്കിലും ഇപ്പൊ ഡയാലിസിസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെന്റൽ ഹെൽത്ത് കെയറിന്റെ ഭാഗമായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഉണ്ടായിരുന്നു. അതായത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിനും ഇത്തരത്തിലുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷനും up to 3 days after discharge. Then in a healthcare facility when someone was admitted for the reasons except for the infection. Clear? Okay. മനസ്സിലായില്ലേ? In a healthcare facility when someone was admitted for the reasons except for the infection. അതായത് അണുബാധ ഒഴികെയുള്ള കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞപ്പോൾ ഡയാലിസിസിന് വേണ്ടിയിട്ട് സർജറിക്ക് വേണ്ടിയിട്ടൊക്കെ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ഉണ്ടാവില്ലേ? അങ്ങനെയുള്ളവർക്കും ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവും. ഓക്കെ, അടുത്തതാണ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. നെക്സ്റ്റ് വരുന്നത് ദ മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് HAIRs. ഇനി പൊതുവായിട്ട് കണ്ടുവരുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്? ഓക്കെ, മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എന്താണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഇതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെ, അതായത് മൂത്രനാളിയിൽ ഉണ്ടാകുന്ന അണുബാധകൾ. ഓക്കെ, അതൊരു ഇതിൽ വരുന്നതാണ് നോസോകോമിയൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് കണക്കാക്കും. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് HAI എന്താണെന്ന് ചോദിച്ചാൽ അത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ് കേട്ടോ. കാര്യം ഇപ്പൊ നമുക്ക് അങ്ങനെ അണുബാധ ഉണ്ടാകുന്ന സമയത്ത് മൂത്രനാളികളിലൂടെ കത്തീറ്ററുകളും മറ്റും കയറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിലൂടെ അണുബാധ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെന്താണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. അതായത് സർജിക്കൽ സൈറ്റിൽ ഉണ്ടാവുന്ന അണുബാധകള്. ഓക്കെ, സർജറി കഴിഞ്ഞ ഭാഗത്ത് ചുമന്ന് തടിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് പഴുപ്പ് ഉണ്ടാകുക, അല്ലെങ്കിൽ അതിനെ തുടർന്ന് പനി വരിക, അതൊക്കെ എന്താണ്? HAIയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അടുത്തതാണ് ഗാസ്ട്രോ എന്ററൈറ്റിസ്. ഗാസ്ട്രോ എന്ററൈറ്റിസ് അല്ലെ, ഗാസ്ട്രോ എന്ററോളജി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഗാസ്ട്രോ എന്ററൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റൊമക്ക് സംബന്ധമായിട്ട്, ഉദര സംബന്ധമായിട്ട് വരുന്ന ഇൻഫെക്ഷൻസ്, പ്രത്യേകിച്ച് ഡയേറിയ പോലെയൊക്കെ, വയറിളക്കം പോലെയൊക്കെ വരില്ലേ, അതൊക്കെ എന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഗാസ്ട്രോ എന്ററൈറ്റിസ്. അതുപോലെ എന്താണ്? മെനിഞ്ചൈറ്റിസ് അല്ലെ. മെനിഞ്ചൈറ്റിസ് എന്താണ്? മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മുടെ ബ്രെയിൻ, അതുപോലെ നമ്മുടെ സ്പൈനൽ കോഡ് അല്ലെ, നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ സുഷുമ്നാ നാഡിയെയൊക്കെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണിത് മെനിഞ്ചസ് എന്ന് പറയുന്നത് അല്ലെ, മെനിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആവരണത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ്, ഈ ആവരണത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആദ്യം മെനിഞ്ചസ് എന്നാണ് മനസ്സിലാക്കണം. നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ സ്പൈനൽ കോഡിനെയും കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് ഇത് മെനിഞ്ചസ് എന്ന് പറയുന്നത്.
അതിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഇൻഫ്ലമേഷനെയാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ്? ന്യൂമോണിയ അല്ലെ. ന്യൂമോണിയ നമുക്കറിയാം അല്ലെ, ശ്വാസകോശത്തിന് വരുന്നതാണ് ന്യൂമോണിയ. ഇതെല്ലാം തന്നെ കോമൺ ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്: യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്, ഗ്യാസ്ട്രോ എന്ററൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ. ഇത്രയുമാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്? അടുത്തതാണ് the symptoms for these infections may consist of. ഇനി ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് നോസോകോമിയൽ ഇൻഫെക്ഷൻസിന് പൊതുവെ കണ്ടുവരുന്ന സിംറ്റംസുകള്, ലക്ഷണങ്ങള് എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ്? ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. എന്താണ് ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്? നമ്മുടെ മുറിവിൽ നിന്നും ഉണ്ടാകുന്ന ഡിസ്ചാർജ്, മുറിവിൽ നിന്നും ഉണ്ടാകുന്ന എന്താ പറയാ, പഴുപ്പ് അല്ലെങ്കിൽ പസ് പോലെയൊക്കെ വരികയെ, അതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ സിംറ്റംസുകളാണ് ഫീവർ, പനി, പിന്നെന്താണ് കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. കഫ് ഭയങ്കര ചുമ അനുഭവപ്പെടുക, അതുപോലെ തന്നെ ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, നമുക്കൊരു ശ്വാസമുട്ടല് പോലെ അനുഭവപ്പെടുക അല്ലെ, ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെന്താണ് ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ. നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പുകച്ചില്, അതുപോലെ യൂറിനേഷൻ, മൂത്രം ഒഴിക്കാൻ വരുന്ന ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ എന്താണ് പൊതുവെ കണ്ടുവരുന്ന സിംറ്റംസുകളാണ് കേട്ടോ. ഹെഡ് ഏക്ക്, തലവേദന, അതുപോലെ തന്നെ നോസിയ, വോമിറ്റിംഗ് ആൻഡ് ഡയേറിയ. നോസിയ അറിയാലോ നിങ്ങൾക്ക്, തലകറക്കമാണ് കേട്ടോ. വോമിറ്റിംഗ് എന്താണ്? ഛർദ്ദിക്കാൻ വരിക. ഡയേറിയ എന്ന് പറഞ്ഞാൽ വയറിളക്കം. ഇങ്ങനെയൊക്കെ ഉള്ളത് ആണ് പൊതുവായിട്ട് കണ്ടുവരുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസുകൾ. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. താഴെ തന്നിരിക്കുന്നവയില് നോസോകോമിയൽ ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസിൽ ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണെന്നൊക്കെ എടുത്ത് ചോദിക്കാം, പറയുന്നു കേട്ടോ. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, ഫീവർ, കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ, ഹെഡ് ഏക്ക്, nausea, vomiting and diarrhea. അതുകൂടാതെ people who experience new symptoms in the course of their stay may also experience pain and irritation at the infection site. Many will experience noticeable symptoms. അതുകൂടാതെ എന്താണ്, ചിലപ്പോ ഇൻഫെക്ഷൻ സൈറ്റിൽ വേദന അനുഭവപ്പെടാം, ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അത് ഓരോ രോഗികൾക്കും വ്യത്യാസം ഉണ്ടായിരിക്കും, ലക്ഷണങ്ങളുടെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത്രയും ഭാഗങ്ങളൊക്കെയാണോ? മനസ്സിലായോ? ഒന്ന് വായിക്കാമോ? ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സോഴ്സസ് ഓഫ് ദ ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ കേട്ടോ. ഒരു ഹോസ്പിറ്റലിലെ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരുന്ന സോഴ്സസുകൾ, ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ ഏതൊക്കെയാണെന്ന് നോക്കിയേ. അതർ പേഷ്യൻസ് അല്ലെ, മറ്റുള്ള രോഗികളിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാം അല്ലെ, മറ്റുള്ള രോഗികളിൽ നിന്നും ഇൻഫെക്ഷൻസ് വരാവുന്നതാണ്. ഓക്കെ, പിന്നെന്താണ് വിസിറ്റേഴ്സ്, സന്ദർശകരിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് വരാം അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടന്ന് നമ്മളെ കാണാൻ റൂംസ് ഒക്കെ ആയിട്ട് കുറെ ആൾക്കാർ വരാറുണ്ട് അല്ലെ. നമ്മുടെ ബന്ധുക്കളൊക്കെ കാണാൻ വരില്ലേ, നമ്മുടെ നാട്ടിലുള്ള ഒരു സിസ്റ്റമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിസിറ്റേഴ്സിൽ നിന്നും നമുക്ക് എന്ത് വരാനുള്ളതാണ്, ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ,
പിന്നെ വരുന്നത് ഹോസ്പിറ്റൽ പേഴ്സൺസ്. അതായത് ഹോസ്പിറ്റൽ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നും നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. ഇപ്പൊ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നഴ്സ് ആയിക്കോട്ടെ, അവർ പല രോഗികളുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ ഒരു രോഗീനെ അവർ കാണുന്നു, അതിനുശേഷം ഒരു വേണ്ടത്ര രീതിയിൽ സാനിറ്റേഷൻ പാലിക്കാതെയാണ് മറ്റൊരു രോഗിയുടെ അടുത്തേക്ക് ചെല്ലുന്നതെങ്കിൽ, ഓക്കെ, അവർ പാലിക്കാറുണ്ട്. ഇനി ഇൻ കേസ് അങ്ങനെ പാലിക്കാതെ അവർ മറ്റൊരു രോഗിയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവർക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതിന് കാരണമാകും അല്ലെ. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റൽ പേഴ്സൺസിന് വരാം. ഓക്കെ, പിന്നെന്താണ്? സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ. സർജിക്കൽ പ്രൊസീജിയറുകളുടെ ഭാഗമായിട്ടും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാം. പിന്നെന്താണ്? എയർ അല്ലെ, നമ്മുടെ വായുവിൽ നിന്നും ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് നമുക്കറിയാം, രോഗികള് തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അവർ പോലും അറിയാതെ അവരുടെ ശരീരത്തിൽ നിന്നുമൊക്കെ എയറിലോട്ട് വരുന്ന ഡ്രോപ്ലെറ്റ്സുകൾ വഴിയായിട്ട് അവിടേക്ക് വരുന്ന മറ്റാളുകൾക്കും എന്ത് വരാം? നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എയറിൽ നിന്നും ഉണ്ടാകാം. പിന്നെന്താണ്? വാട്ടർ ഓർ ഫുഡ് അല്ലെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇതിൽ നിന്നുമൊക്കെ നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഈ പറയുന്ന എല്ലാ പോയിന്റുകളും നമുക്ക് പരിചയമുള്ളതാണ്. അടുത്തത് നോക്കാം. അടുത്തതാണ് നമുക്ക് അധികം അറിയാത്തത്. അടുത്ത പോയിന്റ് ഇതാണ്. പേഷ്യൻസ് എന്നാണ് കേട്ടോ. PTs എന്ന് കൊടുത്തത് പേഷ്യന്റ് എന്ന് ചുരുക്കി എഴുതിയിരിക്കുന്നതാണ്. പേഷ്യൻസ് നോർമൽ ഫ്ലോറ. എന്താണ്? പേഷ്യൻസ് നോർമൽ ഫ്ലോറ. എന്താണ് ഉദ്ദേശിക്കുന്നത്? പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞില്ലേ, അതായത് രോഗികളുടെ ശരീരത്തിനുള്ളിൽ തന്നെ, നമ്മുടെ തന്നെ ശരീരത്തിനകത്തുള്ള ചില ഫംഗസുകള്, ചില പാരസൈറ്റ്സുകള് ഉണ്ടാവാം. അപ്പൊ അതുമൂലം നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം ഇൻഫെക്ഷൻ വരാം. അത് തന്നെയാണ്, അതായത് ഇറ്റ് ഇസ് ദ കളക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ലീവ് ഇൻസൈഡ് ദ എന്താണ് ഹ്യൂമൻ ബോഡി. അതായത് നമ്മുടെ ബോഡിയുടെ അകത്ത് തന്നെ വസിക്കുന്ന ചില ഒരു മൈക്രോ ഓർഗാനിസംസ് വഴിയായിട്ട് നമുക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ. അതാണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഒന്നുകൂടെ കേൾക്കാം. പേഷ്യന്റ് നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ലീവ് ഇൻസൈഡ് ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്ത് വസിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് മുഖേനയും നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവാം. അതിനെയാണ് നമ്മൾ പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഫോമൈറ്റ് കണ്ടാമിനേഷൻ. എന്താണ് ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാല്? ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് നിർജീവമായിട്ടുള്ള വസ്തുക്കൾ എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ യൂട്ടൻസിൽസ്, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങള്, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന കട്ടിലുകളിലൊക്കെ നമ്മൾ പിടിക്കുന്നുണ്ട് അല്ലെ. ബെഡിലൊക്കെ നമ്മൾ പിടിക്കുന്ന ബെഡ് റീൽസ്, അല്ലെങ്കിൽ നമ്മുടെ റൂം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഡോറിലൊക്കെ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. ഡോർ ഹാൻഡിലൊക്കെ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടച്ച് ചെയ്യപ്പെടുന്നത് ഇതൊക്കെ നിർജീവമായിട്ടുള്ള വസ്തുക്കളാണ് അല്ലെ. അത് കണ്ടാമിനേറ്റ് ചെയ്യപ്പെടാം. അതിൽ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസുകൾ വരാം അല്ലെ. അപ്പൊ അതുമൂലം നമുക്ക് എന്തുണ്ടാവാം? ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. മനസ്സിലായല്ലോ? അതാണ് ഫോമൈറ്റ് കണ്ടാമിനേഷൻ. അതായത് നിർജീവമായിട്ടുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അതാണ് ഫോമൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളാവാം, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത യൂട്ടൻസിൽസോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ കണ്ടാമിനേഷൻ മൂലം അവിടെ മൈക്രോ ഓർഗാനിസംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. ഓക്കെ, അതാണ് ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ. ഇതാണ് ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ. അതായത് ഉപയോഗിക്കുന്ന ഡിവൈസസുകൾ, മെഡിക്കൽ എക്യുപ്മെന്റ്സുകള്, പിന്നെ ഡ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സും മറ്റുമൊക്കെ എന്താണ് ഡ്രെയിൻ ചെയ്യാനായിട്ട്, വലിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രെയിൻസുകളൊക്കെ ഉണ്ട്, ട്യൂബുകളും മറ്റുമൊക്കെ ഉണ്ടാവും. അതുപോലെ കത്തീറ്റർ അറിയാലോ, അതും സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബാണ് അല്ലെ. ഇതൊക്കെ നമ്മുടെ സർജറിയുടെ ഭാഗമായിട്ടും മറ്റുമൊക്കെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അതുവഴിയായിട്ടും ഇത്തരം മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിലേക്ക് വരാം. അതുമൂലം ഇൻഫെക്ഷൻസ് വരാം. മനസ്സിലായ സോഴ്സുകൾ ഏതൊക്കെയാണ്? സോഴ്സുകൾ അതർ പേഷ്യൻസ്, പിന്നെ വിസിറ്റേഴ്സ്, ഹോസ്പിറ്റൽ പേഴ്സൺസ്, സർജിക്കൽ പ്രൊസീജിയേഴ്സ്, എയർ, വാട്ടർ ഓർ ഫുഡ്, പേഷ്യൻസ് നോർമൽ ഫ്ലോറ. പേഷ്യന്റ് നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ലീവ് ഇൻസൈഡ് ദ ഹ്യൂമൻ ബോഡി. അതുപോലെ ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർജീവമായിട്ടുള്ള വസ്തുക്കൾ അത് കണ്ടാമിനേറ്റ് ചെയ്യുന്നത് മൂലം അവിടെയൊക്കെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അതിലൂടെ നമുക്ക് എന്ത് സംഭവിക്കാം? ഇൻഫെക്ഷൻസ് വരാം. പിന്നെ ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ അല്ലേ?
ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് who is at risk for nosocomial infections കേട്ടോ. അതായത് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ കൂടുതൽ റിസ്കി ആയിട്ടുള്ള ആളുകളും സാഹചര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ റിസ്ക് ഉള്ളതും വരാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. Those who are admitted to a health care facility are at a risk for contracting HAI. For some bacteria, the risk may also depend upon. Okay, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. അപ്പൊ കുറച്ച് റിസ്കി ചാൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. അതാണ് പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. അതായത് പേഷ്യന്റിന്റെ കൂടെ റൂമില് എന്താണ് അവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ അല്ലെ, റൂംമേറ്റ്സ്, അവർക്ക് വരാൻ ഈ ചാൻസ് ഉണ്ട്, ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഒരു ചുമ പനിയൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചുമയും പനിയായിട്ട് തന്നെ മിക്കവാറും നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും അധികം വൈകാതെ അസുഖം വരാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. പിന്നെ എന്താണ്, ഏജ് ആണ്, വയസ്സാണ് കേട്ടോ. അതായത് പെർട്ടിക്കുലർലി ഇഫ് പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് വയസ്സ്. അതായത് ഇപ്പൊ ഒരു 70 വയസ്സിലൊക്കെ കൂടുതലുള്ള ആളുകൾ, അങ്ങനെ എടുക്കേണ്ട വയസ്സായിട്ടുള്ള ആളുകൾ, അവർക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും? വയസ്സാവുന്നതോറും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയും അല്ലെ, നമ്മുടെ പ്രതിരോധ ശേഷി അവിടെ ഭയങ്കരമായിട്ട് കുറയും. അപ്പൊ പ്രതിരോധ ശക്തി കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് എന്താണ് വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. അതാണ് അവിടെ പറയുന്നത് ഏജ്, പെർട്ടിക്കുലർലി ഇഫ് പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old കേട്ടോ. അപ്പൊ ഏജ് ഒരു ഫാക്ടറാണ്. മൂന്നാമത്തത് how long put in has been using the antibiotics. അതായത് യൂസേജ് ഓഫ് ആന്റിബയോട്ടിക്സ്, ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം. നമുക്കറിയാം, നമ്മള് ഫാർമസി പഠിച്ചപ്പോ ഈ ആന്റിബയോട്ടിക് എന്ന് പറയുമ്പോൾ അത് ഓടിപ്പോയി അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പാടില്ല. കാര്യം ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നതിന് അതിൻ്റെതായ ചില പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ. വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഇല്ലാതെ ഒരിക്കലും ആന്റിബയോട്ടിക് ശരിക്കും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതൊരു കോഴ്സ് ആണല്ലോ, തുടങ്ങി വെച്ചാൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ആന്റിബയോട്ടിക്സുകളെ നിരന്തരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു രോഗാണുവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത്. ഈ ആന്റിബയോട്ടിക്കുകൾ നിരന്തരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ സർവൈവ് ചെയ്യാൻ പാകത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് വീണ്ടും ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ. അങ്ങനെ വരുമ്പോ കൂടുതൽ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ അത് ബാധിക്കും, നമ്മുടെ പ്രതിരോധ ശക്തി കുറയും. ഓൾറെഡി നമുക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തിൽ ഒരു രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനുള്ള ഒരു സ്വയം കപ്പാസിറ്റി, സ്വയം പ്രതിരോധ ശേഷി നമ്മുടെ ഹ്യൂമൻ ബോഡിക്കുണ്ട്. നമ്മൾ ഈ ആന്റിബയോട്ടിക്കുകളും മറ്റൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു കഴിവിനെയാണ് നമ്മൾ അവിടെ നശിപ്പിക്കുന്നത്. ഓക്കെ, ചെയ്യേണ്ട സാഹചര്യത്തിൽ ചെയ്യണം, പക്ഷെ എങ്കിലും നമ്മൾ അതുകൊണ്ടാണ് എന്താണ് നമ്മുടെ ബോഡിയുടെ ഓൾറെഡി ഉള്ള ഇമ്മ്യൂൺ കപ്പാസിറ്റിനെ നമ്മളത് ശരിക്കും റിഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, കുറയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് യൂസിങ് ആന്റിബയോട്ടിക്സ് യൂസേജ് കേട്ടോ. അതായത് കൂടുതൽ നമ്മൾ ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കും. സ്വാഭാവികമായിട്ട് ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അടുത്ത നോക്കാം, whether the patient has a urinary catheter or not. അതുപോലെ യൂറിനറി catheter ഘടിപ്പിച്ചിട്ടുള്ള പേഷ്യൻസുകൾ, അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇത്തരം കത്തീറ്ററുകൾ ഒക്കെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ രോഗാണുക്കളെ തടയുന്നതിനുള്ള നമ്മുടെ നാച്ചുറൽ ബാരിയേഴ്സിനെ നമ്മൾ നശിപ്പിക്കുകയാണ് അല്ലെ. നമ്മുടെ ശരീരത്തിനകത്തേക്ക് ട്യൂബൊക്കെ കയറ്റി വിടുമ്പോൾ ഈ ട്യൂബിനകത്തുകൂടെ എന്ത് ചെയ്യും? ഈ പറയുന്ന അണുക്കൾ നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറും. അപ്പൊ അതും ഒരു ചാൻസ് ആണ് അല്ലെ. പിന്നെന്താണ്, ലെങ്തി ICU സ്റ്റേസ്. ലെങ്തി ICU സ്റ്റേസ് അതായത് നമ്മൾ കൂടുതൽ സമയം ICUവിൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരുന്ന പേഷ്യൻസ്, ICU പേഷ്യൻസ് കേട്ടോ. എന്ന് വെച്ചാൽ അവർക്കറിയാലോ, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗികളെയാണ് ICUവിൽ നമ്മൾ കെയർ കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളുകളോളം ICUവിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. അവിടെ മറ്റു പല എക്യുപ്മെന്റ്സുകളുടെ സഹായത്തോടു കൂടിയിട്ടായിരിക്കും അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ വെന്റിലേറ്ററുകൾ അല്ലെങ്കിൽ മറ്റുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകളുടെ ഒക്കെ സഹായത്തോടു കൂടിയിട്ടായിരിക്കും അവരുടെ ആ ഒരു ജീവൻ അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. അപ്പോ അങ്ങനെ വരുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളായിരിക്കും അല്ലെ, ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളായിരിക്കും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ് കേട്ടോ. ലെങ്തി ICU സ്റ്റേസ്.
പിന്നെ whether the patient has been in a coma stage. അതുപോലെ കോമ സ്റ്റേജിലുള്ള പേഷ്യൻസ്, കോമ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അറിയാലോ അബോധാവസ്ഥയിലുള്ള പേഷ്യൻസ് ആയിരിക്കും അല്ലെ, ജീവൻ ഉണ്ടാവും പക്ഷെ അവർക്ക് അവർ അബോധാവസ്ഥയിലായിരിക്കും അവർ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് സ്വയം ശ്വസിക്കാനാണെങ്കിലും അവരുടെ എന്താ പറയുക ബോഡി ഫങ്ഷൻസ് ഒക്കെ മറ്റു പല എക്യുപ്മെന്റ്സുകളുടെ സഹായത്തോടു കൂടിയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പൊ അതുവഴിയായിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് whether the patient has been in a coma stage. പിന്നെ എനി ട്രോമ, ട്രോമ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആഘാതം അല്ലെങ്കിൽ പരിക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. മനസ്സിലായോ? ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്, ആഘാതം അല്ലെങ്കിൽ പരിക്ക് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനി ട്രോമ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഞ്ചുറി ആയിട്ട് പരിക്കുകളൊക്കെ മൂലം അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ചികിത്സയുടെ ഒക്കെ സമയത്ത് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പറയുന്നത് ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം ആണ് കേട്ടോ. ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവർക്കും ഇൻഫെക്ഷൻസ് വരാം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞില്ലേ കോമ സ്റ്റേജ് ICUലൊക്കെ ഉള്ള പേഷ്യൻസ് എന്ന് പറയുമ്പോൾ കുറെ നാളുകളോളം അവർ ഈ ബെഡിൽ തന്നെ കിടക്കുകയാണ് അല്ലെ. ഇപ്പൊ കോമ സ്റ്റേജിലുള്ള പേഷ്യന്റ് ആയാലും ICU പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവര് കുറെ സമയത്തോളം ബെഡിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പൊ ഈ ബെഡിൽ തന്നെ നമ്മൾ നിരന്തരം കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തില് മറ്റു പല മുറിവുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസുകളൊക്കെ കൂടുതലാണ്. അങ്ങനെ മുറിവുണ്ടാകുമ്പോൾ അതിലൂടെ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ കയറും. ഓക്കെ, വയസ്സായ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. വയസ്സായ ആളുകളൊക്കെ ഇങ്ങനെ കിടന്ന കിടപ്പിലുള്ള ആളുകളാകുമ്പോൾ അവർ ഒരേ കിടപ്പ് കിടക്കുമ്പോൾ മേത്തൊക്കെ ഇങ്ങനെ പൊട്ടാനുള്ള ബെഡ് സോർ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അങ്ങനെ മുറിവുകളൊക്കെ ശരീരത്തിൽ സംഭവിക്കും. അതിൽ നിന്നൊക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇത്രയും സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്കാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതൽ കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയും, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയാം. ഓക്കെ, പിന്നെ വരുന്ന സാഹചര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അതായത് അഡ്മിഷന് ശേഷം 48 മണിക്കൂറിന് ശേഷം, അതുപോലെ തന്നെ ഡിസ്ചാർജ് കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ, പിന്നെ അണുബാധ ഒഴികെയുള്ള കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിനൊക്കെ HAI അല്ലെ ഹോസ്പിറ്റൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പൊതുവായിട്ട് കണ്ടുവരുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസുകൾ എന്തൊക്കെയാണ്, അതിന്റെ സിംറ്റംസുകൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻസ് എന്താണ്, പിന്നെ ഈ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉള്ള സാഹചര്യങ്ങളും ആളുകളും എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. എന്താണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെ രീതികളിലാണ് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് കേട്ടോ. ഏതൊക്കെ രീതിയിലാണ് അണുവ്യാപനങ്ങൾ നടക്കുന്നത്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് ആണ് കേട്ടോ. 5 തരത്തിലുള്ള ട്രാൻസ്മിഷൻസ് ആണ്. ഏതൊക്കെയാണ് 5 ടൈപ്പ്? ഫസ്റ്റ് വൺ വരുന്നത് കോണ്ടാക്ട് ഓവർ ഹാൻഡ് ടു ഫോൺ ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അതായത് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. രണ്ടാമത്തത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. മൂന്നാമത്തത് എയർബോൺ ട്രാൻസ്മിഷൻ. നാലാമത്തത് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. അഞ്ചാമത്തത് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ഏതൊക്കെയാണ് 5 മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ? ഏതൊക്കെയാണ് നമ്മളോട് പറയാണ്, പഠിച്ചു വെക്കാം. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, പിന്നെ എയർബോൺ ട്രാൻസ്മിഷൻ, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ഓക്കെ ആണോ? ഇനി ഓരോന്ന് എന്താണെന്ന് നോക്കാം കേട്ടോ. എളുപ്പമാണ്. ഒന്നാമത്തത് കോണ്ടാക്ട് അഥവാ ഹാൻഡ് ഹോൺ ട്രാൻസ്മിഷൻ. അവിടെ എന്താ പറയുന്നത്? ബ്രാക്കറ്റിൽ മോസ്റ്റ് കോമൺ അല്ലെ. അപ്പൊ ആദ്യത്തെ ചോദ്യം അതിന് പ്രതീക്ഷിക്കാം. which is the most common mode of transmission എന്ന് ചോദിച്ചാൽ ഈ 5 എണ്ണത്തിൽ ഏതാണ്? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. ഓക്കെ, which one is the most common transmission അല്ലെ? ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും പൊതുവായിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആയിട്ട് പറയുന്നത് ഏതാണ്? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ്. അതിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്. ഇതൊക്കെയാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ നമുക്ക് നോക്കാം ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ.
അതെന്താണെന്ന് അറിയാലോ? എന്തായിരിക്കും? നമ്മൾ നേരിട്ട് പേഷ്യൻസുമായിട്ട് ഇടപെടുന്നത് വഴിയായിട്ട് അല്ലെങ്കിൽ നമുക്ക് പേഷ്യന്റുമായിട്ട് ഒരു ബോഡി കോണ്ടാക്ട് വരുന്നത് മൂലം എന്ത് സംഭവിക്കാം? ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. അപ്പൊ അതിലൂടെ വരുന്ന ട്രാൻസ്മിഷൻ അത്രയേ ഉള്ളൂ കോണ്ടാക്ട്, ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. നോക്കുക, this consists of a direct surface to body surface contact and a physical shifting of microorganisms between a host and an infected or colonized, such as when a person enters a patient, gives a bath, or does other patient care jobs that need the direct personal contact. ക്ലിയർ ആയ പറഞ്ഞത്? അതായത് നമ്മുടെ പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് ഒരു ഫിസിക്കൽ കോണ്ടാക്ട് വരുന്ന സാഹചര്യങ്ങളിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ബിറ്റ്വീൻ എ ഹോസ്റ്റ് ആൻഡ് ഇൻഫെക്റ്റഡ് ഓർ കോളനൈസ്ഡ്, അല്ലെ? ഇൻഫെക്റ്റഡ് പേഴ്സൺ ഓർ കോളനൈസ്ഡ് എന്ന് പറഞ്ഞ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി, അല്ലെ? അതായത് അണുബാധയുള്ള വ്യക്തിയും ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അണുക്കള് ആരുടെ ശരീരത്തിലോട്ടാണ് പ്രവേശിക്കുന്നത് അവരാണ് ഹോസ്റ്റ്, ആതിഥേയർ എന്ന് പറയും, അല്ലെ? അപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് എന്താണ് ഹോസ്റ്റിലോട്ട്, ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ അണുക്കൾ ആരുടെ ശരീരത്തിലാണോ പ്രവേശിക്കുന്നത് അവരെയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഹോസ്റ്റിന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കിടയിലും ട്രാൻസ്മിഷൻ നടക്കുന്നത് എപ്പോഴൊക്കെയാണ്? മെനി പേഴ്സൺ ടേൺസ് എ പേഷ്യന്റ്. ഇപ്പൊ നമ്മൾ പേഷ്യന്റിന് ശുശ്രൂഷിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് അവരെ കുളിപ്പിക്കുമ്പോഴോ ഓർ അതർ പേഷ്യന്റ് കെയർ ജോബ്സ് ദാറ്റ് നീഡ് ഡയറക്റ്റ് പേഴ്സണൽ കോൺടാക്ട്. ഇപ്പൊ ഡയറക്റ്റ് പേഴ്സണൽ കോൺടാക്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലെ? രോഗികളെ ശുശ്രൂഷിക്കുന്നൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ അതാണ് ഡയറക്റ്റ് കോൺടാക്ട് കേട്ടോ. ദാറ്റ് മീൻസ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ടു ദ ഫിസിക്കൽ കോൺടാക്ട് ഓഫ് വിത്ത് പേഷ്യൻസ്. പേഷ്യൻസുമായിട്ട് നേരിട്ട് ഫിസിക്കൽ കോൺടാക്ട് വരുന്നത് മൂലം ഉണ്ടാകുന്ന ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. അപ്പൊ ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നേരിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? മറ്റേതെങ്കിലും ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റുകൾ വഴിയായിട്ട് എന്ത് വരികയാണ്? അണുബാധ ഉണ്ടാവേണ്ടത്. അതായത് പേഷ്യന്റ് ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളാണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പൊ നേരിട്ട് നമ്മൾ പേഷ്യന്റ് ആയിട്ട് ബോഡി ടച്ച് വരുന്നില്ല, പക്ഷെ പേഷ്യന്റ് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റിലൂടെ അതുമായിട്ട് സമ്പർക്കം വരുന്നത് മൂലം ഉണ്ടാവുന്ന അണുബാധ, അതാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വായിക്കാം. ദിസ് കൺസിസ്റ്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് എ സസെപ്റ്റബിൾ ഹോസ്റ്റ് with a tainted intermediate object like contaminated instruments, needles, or dressings, or tainted gloves that are not changed between the patients, tainted surfaces by needles, dried blood that transmits hepatitis B or C. അതായത് നമ്മൾ ഈ പറയുന്ന ഹോസ്റ്റിന്, അതായത് ആതിഥേയർക്ക് അല്ലെ, അവരും അതുപോലെ തന്നെ നമ്മുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയുടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റുകൾ വഴിയായിട്ട്. ടേന്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമായിട്ടുള്ളത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ കണ്ടാമിനേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ്, അപ്പൊ രോഗികൾ ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും മെഡിക്കൽ എക്യുപ്മെന്റ്സുകളോ അല്ലെങ്കിൽ നീഡിൽസോ അല്ലെങ്കിൽ അവരുടെ വല്ല ഡ്രസ്സിങ്സോ അല്ലെങ്കിൽ ഗ്ലൗസുകൾ. ഇപ്പൊ നമ്മൾ ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പോയപ്പോ നമ്മൾ ഉപയോഗിച്ച ഗ്ലൗസുകൾ നമ്മൾ മാറ്റാതെ അതേ ഗ്ലൗസുകൾ ഉപയോഗിച്ച് മറ്റൊരു എന്താ പറയുക പേഷ്യന്റിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതുവഴിയായിട്ടും എന്ത് സംഭവിക്കുന്ന ഇൻഫെക്ഷൻ വരുന്നത്. അതും ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ്. നേരിട്ട് പേഷ്യന്റ് ആയിട്ട് നമ്മൾ ബോഡി ടച്ച് വരുന്നില്ല, പക്ഷെ അവർ ഉപയോഗിക്കുന്ന ഇന്റർമീഡിയറ്റ് കണ്ടാമിനേറ്റഡ് ഒബ്ജക്റ്റുകൾ വഴിയായിട്ട് ട്രാൻസ്മിഷൻ ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഓക്കെ ആണല്ലോ? അപ്പൊ കോണ്ടാക്ടിന് രണ്ട് ടൈപ്പ് കേട്ടോ. ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട്. ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? അടുത്തതാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമല്ല, ഡ്രോപ്ലെറ്റ്സുകളുടെ വഴിയായിട്ട്, അതായത് നമ്മൾ തുമ്മുമ്പോഴും നമ്മൾ ചുമക്കുമ്പോഴും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ അന്തരീക്ഷത്തിലോട്ട് പോകുന്ന എന്താണ് ശരീരസ്രവങ്ങളിൽ നിന്ന് എന്ത് സംഭവിക്കുന്നത്? മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. നോക്കുക, ട്രാൻസ്മിഷൻ ഹാപ്പൻസ് when droplets that contains microbes from the infected person are pushed a short distance through the air and deposited on the patient's body. അല്ലെ, ഇപ്പൊ പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് മൈക്രോബ്സ് അല്ലെ ഈ പറയുന്ന രോഗാണുക്കൾ അടങ്ങിയിട്ടുള്ള ഡ്രോപ്ലെറ്റുകൾ അന്തരീക്ഷത്തിലോട്ട് എത്തുകയും അത് ആ അന്തരീക്ഷത്തിൽ നിന്ന് മറ്റുള്ള ആളുകളുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. It is made from coughing that droplets are generated
from the source person and during the performance of certain procedures such as bronchoscopy. അതായത് പ്രത്യേകിച്ച് നമ്മൾ ചുമയ്ക്കുമ്പോഴാണ് കഫ് ചെയ്യുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ നമ്മൾ ഇന്ത്യയുടെ മാസ്ക് ഉപയോഗിക്കുന്നത്. വായ പൊത്തി പിടിച്ച് ചുമയ്ക്കണം എന്നൊക്കെ പറയുന്നതിന്റെ കാര്യത്താണ്. നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ശരീരസ്രവങ്ങൾ അന്തരീക്ഷത്തിലോട്ട് എത്തും. അതിനകത്ത് എന്തുണ്ടായിരിക്കും? രോഗാണുക്കൾ ഉണ്ടായിരിക്കും. അതുപോലെ ഇവർ പറയുന്ന ബ്രോങ്കോസ്കോപ്പി ഒക്കെ പോലെയുള്ള പ്രൊസീജിയറുകൾ ചെയ്യുമ്പോൾ, എൻഡോസ്കോപ്പി കേട്ടിട്ടില്ല, അതുപോലെ തന്നെ സംഭവമാണ് ബ്രോങ്കോസ്കോപ്പി. അതായത് നമ്മുടെ ശ്വസന നാളവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്, പ്രൊസീജിയർ ആണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ഉണ്ടായിരിക്കും, അതിനകത്തൊരു ലൈറ്റും ക്യാമറയൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ ഒന്നില്ലെങ്കിൽ വായിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിലൂടെ നമ്മുടെ എന്താണ് വീൻഡ് പൈപ്പ് നമ്മുടെ എയർവേയിലൂടെ കടത്തി വിട്ടുകൊണ്ട് നമ്മൾ ഈ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇമേജിംഗ് ടെസ്റ്റ് തന്നെയാണ് കേട്ടോ ബ്രോങ്കോസ്കോപ്പി എന്നാണ് പറയാം. അതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊസീജിയറുകൾ മറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീര സ്രവങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട് അല്ലെ. നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ, പക്ഷെ അതൊക്കെ പുറത്തേക്ക് വരുമ്പോഴും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. Okay, but that means that the transmission of microorganisms through the droplets, that is called the droplet transmission. Okay. അടുത്തതാണ് എയർബോൺ ട്രാൻസ്മിഷൻ. എയർബോൺ എന്ന് പറഞ്ഞാൽ പേരിൽ മാത്രമേ ഉള്ളൂ. എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ പോലെ തന്നെയാണ്. ഈ വരുന്ന ഡ്രോപ്ലെറ്റ്സുകൾ കുറെ അധികം സമയം എയറിൽ എന്ത് ചെയ്യും? എയറിലും അതുപോലെ നമ്മുടെ വായുവിലുള്ള പൊടിപടലങ്ങളിലൊക്കെ തങ്ങി നിൽക്കും. എന്നിട്ട് അതിൽ നിന്നും എന്ത് സംഭവിക്കുകയാണ്? ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാണ്. ഇതുപോലെ തന്നെ ഡ്രോപ്ലെറ്റ് പോലെ തന്നെ. പിന്നെ എയർ ബോൺ എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ ഡ്രോപ്ലെറ്റ്സുകൾ വന്ന് തങ്ങിയിരിക്കുന്നത് എയറിലാണ്. എയറിലാവാം മറ്റുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിലൊക്കെ തങ്ങിയിരുന്നത് അവിടെ നിന്നും എന്താ പറയാ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പൊ നോക്കുക, ഡിസെമിനേഷൻ ക്യാൻ ബി ഐദർ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ. ഡിസെമിനേഷൻ എന്ന് വെച്ചാല് വ്യാപനം എന്നുള്ള അർത്ഥമാണ് കേട്ടോ, സ്പ്രെഡ് എന്നുള്ള അർത്ഥമാണ് ഡിസെമിനേഷൻ, വ്യാപനം. ഓക്കെ, dissemination can be either airborne droplet nuclei. Droplet nuclei എന്ന് പറഞ്ഞാൽ എന്താണ്? A small particle residue of droplets that contain microorganisms which remain suspended in the air for a long period of time. അല്ലെ, അതായത് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസുകൾ, രോഗാണുക്കൾ അടങ്ങുന്ന ചെറിയ ഡ്രോപ്ലെറ്റുകളുടെ അംശങ്ങൾ, അതിനെയാണ് നമ്മൾ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. ന്യൂക്ലിയൈ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ്, വലിയ ഡ്രോപ്ലെറ്റുകളല്ല, ഡ്രോപ്ലെറ്റുകളുടെ അംശങ്ങളില് ഈ മൈക്രോ രോഗാണുക്കൾ അടങ്ങുന്ന ഡ്രോപ്ലെറ്റിന്റെ ചില അംശങ്ങള് നമ്മുടെ വായുവിലും അതുപോലെ തന്നെ പൊടിപടലങ്ങളിലും തങ്ങി നിൽക്കും. അതുവഴിയായിട്ട് ട്രാൻസ്മിഷൻ നടക്കും കേട്ടോ. Or dust particles that contain the infectious agent, that is called airborne transmission. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് the transmission through airborne droplet nuclei, that is called airborne transmission. അടുത്തതാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. ഇതാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാല് this applies to the microorganisms transmitted to the host by contaminated items such as food, water, medications, ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്. അതായത് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു കോമൺ വെഹിക്കിൾ എന്ന് പറയാൻ കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് ബൾക്കായിട്ട് എന്ത് ചെയ്യപ്പെടുകയാണ്? ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, കോമൺ എന്ന് വെച്ചാൽ ഒരു കോമൺ ആയിട്ടുള്ള കോമൺ പീപ്പിൾ എന്ന് വെച്ചാൽ ഒരു കൂട്ടം ആളുകളിലേക്ക് ഒരേ സമയം എന്താണ് ഒരു ബൾക്ക് ഓഫ് ആളുകളിലേക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ ബാധിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ എല്ലാവരും ഒരുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഡിവൈസസുകളിൽ നിന്നോ ഒക്കെ ഇത്തരത്തിലുള്ള ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. This applies to microorganisms transmitted to the host by contaminated items like food. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫുഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ആ ഹോസ്പിറ്റലിൽ ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലെ. അതെ, ഫുഡ്, അതുപോലെ വാട്ടർ, വെള്ളമാവാം, മെഡിക്കേഷൻസ് ആവാം, മറ്റുള്ള ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്സുകൾ വഴിയായിട്ടൊക്കെ എന്ത് ചെയ്യപ്പെടാം? മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. ദാറ്റ് ഈസ് കോൾഡ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. അടുത്തത് എന്താണ്? വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. വെക്ടർ ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? വെക്ടർ എന്ന് പറഞ്ഞാല് നമ്മുടെ അർത്ഥം രോഗവാഹകനാണ് കേട്ടോ. എന്താണ്? രോഗവാഹകനെയാണ് വെക്ടർ എന്ന് പറയുന്നത്. മാക്സിൽ ഒരു വെക്ടർ സ്കാനർ ഉണ്ട്, അതൊക്കെ ഉദ്ദേശിച്ചത്.
ഇവിടെ വെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് രോഗവാഹകര്. ആരൊക്കെ രോഗവാഹകര്? കൊതുക്, ഈച്ച, ചെള്ള്, ഇതൊക്കെ എന്താണ്? എലി, ഇതൊക്കെ രോഗവാഹകരാണ് അല്ലെ. അതുവഴിയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അത് പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദിസ് occurs when such as mosquitoes, flies, rats and other vermin transmit the microorganism. ഇങ്ങനെയാണ് ചോദ്യം വന്നിരുന്നത്. Transmission of microorganism, transmission through mosquitoes, flies, rats and other vermin. That is called ഏത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്? വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അപ്പൊ രോഗവാഹകരായിട്ടുള്ള കൊതുക്, ഈച്ച, ചെള്ള് ഇങ്ങനെയുള്ള രോഗവാഹകർ വഴിയായിട്ടും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ മനസ്സിലായോ? 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഒക്കെയാണോ? കോണ്ടാക്റ്റിലെ ഏറ്റവും കോമൺ ടൈപ്പ് അല്ലെങ്കിൽ കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാണ് പറയുന്നത്? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, പിന്നെ കോണ്ടാക്ട് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം അല്ലെ, നേരിട്ട് പേഷ്യന്റുമായിട്ട് സമ്പർക്കം ചെയ്യുന്നത് മൂലം വരുന്ന, ഇപ്പൊ നമ്മൾ പേഷ്യന്റിനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, അവരെ ബെഡില് കിടത്തലും എണീപ്പിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് പേഷ്യന്റായിട്ട് കോണ്ടാക്ട് വരികയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഇൻഫെക്ഷൻ ആണ് ഡയറക്റ്റ് കോണ്ടാക്ട്. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത് നേരിട്ട് നമ്മൾ പേഷ്യന്റായിട്ട് കോണ്ടാക്ട് വരുന്നില്ല, പക്ഷെ പേഷ്യന്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പേഷ്യന്റിന്റെ തുണിത്തരങ്ങളോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മറ്റുള്ള പാത്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ തുണിത്തരങ്ങളൊക്കെ നമ്മൾ അതുമൂലം ഇന്റർമീഡിയറ്റ് കണ്ടാമിനേറ്റഡ് ഒബ്ജക്റ്റുകൾ വഴിയായിട്ട് വരുന്ന ഇൻഫെക്ഷൻ, അതാണ് ഇൻഡയറക്റ്റ്. ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരസ്രവങ്ങളാണ്. നമ്മൾ ചുമയ്ക്കുമ്പോൾ, നമ്മൾ തുമ്മുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും അന്തരീക്ഷത്തിലോട്ട് പോകുന്ന എന്താണ്? സ്രവങ്ങള്, ഡ്രോപ്ലെറ്റ്സുകൾ വഴിയായിട്ട്. ആ ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് രോഗാണുക്കളുണ്ട്. ഒരു പേഷ്യന്റ് ഇങ്ങനെ ആദ്യം തുമ്മി, ആ സമയത്ത് ആ ഡ്രോപ്ലെറ്റ്സ് എയറിലോട്ട് തെറിക്കും, അതിനകത്ത് രോഗാണുക്കളുണ്ട്. അതുവഴിയായിട്ടും ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ഇതേ ഡ്രോപ്ലെറ്റുകളുടെ അംശങ്ങൾ വായുവിൽ തങ്ങി നിൽക്കും. രോഗാണുക്കൾ അടങ്ങിയിരിക്കുന്ന ഈ പറയുന്ന ഡ്രോപ്ലെറ്റ്സുകളുടെ അംശങ്ങൾ വായുവിൽ തങ്ങി നിൽക്കുകയും അതിൽ നിന്നും ട്രാൻസ്മിഷൻ നടക്കും. ദാറ്റ് ഈസ് കോൾഡ് എയർബോൺ ട്രാൻസ്മിഷൻ. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് പൊതുവായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ വാട്ടർ, മറ്റുള്ള ഡിവൈസസ്, എക്യുപ്മെന്റ്സുകൾ അതുവഴിയായിട്ടും ട്രാൻസ്മിഷൻ ഉണ്ട്. പിന്നെ എന്താണ്? വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ദാറ്റ് മീൻസ് ട്രാൻസ്മിഷൻ ത്രൂ മോസ്കിറ്റോസ്, ഫ്ലൈസ്, റാറ്റ്സ് ആൻഡ് അതർ വെർമിൻസ് ആർ കോൾഡ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിക്കാമോ? ഒന്ന് വായിക്കാമോ? ഓക്കെ ആണോ? അപ്പോ നമ്മള് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും തുടങ്ങുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോ മെഡിക്കൽ ടെർമിനോളജി എടുക്കുന്ന സമയത്ത് നിങ്ങള് പേനയും എടുത്തു വെക്കണം കേട്ടോ. അതായത് മെഡിക്കൽ ടെർമിനോളജിയിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പൊ എല്ലാം പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എക്സാമിന് വരുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് തരും കേട്ടോ. അപ്പൊ അത് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് തരും. കൂടുതൽ മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് കൂടുതൽ ചോദിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. എല്ലാം പഠിക്കാൻ പറ്റുന്നവര് പഠിക്കാം, പക്ഷെ മാർക്ക് ചെയ്ത് തരുന്നത്
കൃത്യമായിട്ട് തന്നെ പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുന്നു കേട്ടോ. ഇതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, മെഡിക്കൽ ടെർമിനോളജിയുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് മിക്കവാറും അത് തുടങ്ങും കേട്ടോ. ഓക്കെ, ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ക്ലാസ്? ബോറടിക്കുന്നുണ്ടോ? ഞാനിങ്ങനെ റേഡിയോ പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലർക്കൊക്കെ തോന്നുന്നു നിങ്ങൾക്ക് വല്ല ബോറടിക്കുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ. ഓക്കെ, സുഖമല്ല എല്ലാവർക്കും? എങ്ങനെയുണ്ട് മഴയൊക്കെ? എങ്ങനെയുണ്ട് അവിടെ? കുറച്ച് കുറഞ്ഞല്ലേ? ഓക്കെ ഓക്കെ. നല്ല മഴയുണ്ട്. ആ, പാലക്കാട് നല്ല മഴയുണ്ട് അല്ലേ? ഓക്കെ. അതിനിപ്പോ ഇവിടെയൊക്കെ മഴ കുറഞ്ഞിട്ടുണ്ട്. എറണാകുളത്തൊക്കെ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നല്ല മഴ അല്ലേ? മഴയൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും എപ്പോഴും വളരെ സേഫ് ആയിട്ട് ഇരിക്കാൻ നോക്കണം കേട്ടോ. മഴയൊക്കെ ഉള്ള സമയത്ത് പുഴയിൽ പോവുക, കടലിൽ പോവുക, അങ്ങനെയൊന്നും ചെയ്യരുത്. പലപ്പോഴും ഇങ്ങനെ ന്യൂസ് ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഈ മഴ സമയത്ത് എന്തിനാ കടലിൽ പോകുന്നത്, പുഴയിൽ പോയി കുളിക്കണമെന്നൊക്കെ ആലോചിക്കാറുണ്ട്. അപ്പോഴാണ് അപകടങ്ങൾ വരുന്നത്. ഓക്കെ, കാസർഗോഡ് മഴ കുറഞ്ഞു അല്ലേ? ആ, അമ്പാരിതാണ്. ആ, ഓക്കെ. ഇപ്പൊ മഴയില്ല. ഓക്കെ, ശരി. ഇടയ്ക്ക് ബോറൊക്കെ അടിക്കുമ്പോൾ എന്തെങ്കിലും മെസ്സേജ് ഒക്കെ ഇടും കേട്ടോ. അപ്പൊ നമുക്ക് സംസാരിക്കാം. എപ്പോഴും ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾ കേൾക്കുന്നവർക്ക് അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ കാണുന്നില്ലല്ലോ നമ്മള്. ആ, ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ നേരത്തെ ഫുഡ് കഴിക്കും. അല്ല, 1:30 കയറണല്ലോ. അപ്പൊ അതിന് മുമ്പ് ഫുഡ് കഴിക്കാം. 1/2 മണിക്കൂർ നമുക്ക് ഗ്യാപ്പ് കിട്ടും. ആ സമയത്ത് ഫുഡ് കഴിക്കാം. രാവിലെ അതിന് നേരത്തെ ഫുഡ് കഴിക്കും. ഓക്കെ. അതൊക്കെ ക്ലാസ്സിലേക്ക് പോകാലോ. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് പ്രിവെൻഷൻ ആണ് കേട്ടോ. ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസിനെ വീട് എവിടെയാണ്? ഒരു ഡൗട്ട് ഞാൻ എന്താണ് ചോദിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ആ, ടീച്ചിങ് ആണെന്നല്ലോ. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള ജോലി ടീച്ചിങ് ആണ്. എന്റെ ഇഷ്ടപ്പെട്ട ജോബ് ടീച്ചിങ് ആണ്. എന്റെ പാഷനാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ഇതാണ്, പഠിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ജോലി ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ്. പണ്ട് എനിക്ക് അങ്ങനെയായിരുന്നില്ല കേട്ടോ. പണ്ട് എനിക്ക് പൈലറ്റ് ആവണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പിന്നീട് എപ്പോഴൊക്കെയോ മാറി. നമ്മള് പഠിക്കുന്ന സമയത്തൊക്കെ വരുമ്പോ ചില ടീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തല്ലോ. അപ്പോ എന്റെ അമ്മയും ഒരു ടീച്ചറായിരുന്നു. അപ്പോ എനിക്ക് തോന്നി അത് നല്ലൊരു ജോലിയാണ്. ആ ജോലിയാണ് തോന്നാൻ കാരണമുണ്ട്. അവര് പഠിപ്പിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് കുട്ടികളെ എവിടെ വെച്ച് കണ്ടാലും അവരെ തിരിച്ചറിയും, കുട്ടികളെ എന്നോ ഓർക്കും. അപ്പൊ അതൊരു നല്ല ജോബാണെന്ന് എനിക്ക് തോന്നി. കാര്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എങ്കിലും നമുക്ക് എന്നും ഓർക്കാം. എല്ലാവരുടെ ഇടയിൽ നമ്മൾ ഓർക്കും എന്ന് തോന്നും. നല്ല ടീച്ചർമാരുണ്ട്. ടീച്ചിങ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുണ്ട്, മോശം രീതിയിലുണ്ട്. എങ്ങനെയായാലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ജോലി തെരഞ്ഞെടുത്തത്. ഓക്കെ, പിന്നെന്താണ്? വീട് നെടുമ്പാശ്ശേരിയിലാണ് എന്റെ വീട് കേട്ടോ. നെടുമ്പാശ്ശേരിയിലാണ്. ശരിക്കും എന്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ താമസിക്കുന്നത് നെടുമ്പാശ്ശേരിയിലാണ്. എയർപോർട്ടില്ല, എന്റെ അടുത്തായിട്ടാണ് വീട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പ്രിവെൻഷൻ ആണ് കേട്ടോ. അതായത് നമ്മളിപ്പോ ഇത്രയും നേരം ഇൻഫെക്ഷനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് പ്രിവെന്റ് ചെയ്യണം അല്ലെ? പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രിവെന്റീവ് മെഷേഴ്സുകളുണ്ട് അല്ലെ? ഓക്കെ, അത് നിങ്ങൾക്ക് 8 പോയിന്റുകളാണ് പഠിക്കാനുള്ളത് കേട്ടോ. അതൊക്കെ പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ അവിടെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വെറും എക്സ്പ്ലനേഷൻ മാത്രമാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പോയിന്റുകൾ ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് സാനിറ്റേഷൻ അല്ലെ? സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശുചിത്വം പാലിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക അല്ലെ? സാനിറ്റേഷൻ.
പിന്നെ സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം CSST പോലുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ സ്റ്റെറിലൈസേഷൻ. മൂന്നാമത്തത് ഐസോലേഷൻ. അത് നമുക്കറിയാലോ, നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഐസോലേറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാല് പരമാവധി മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം നമ്മൾ കുറയ്ക്കാൻ ഐസോലേറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കാം. ഓക്കെ, ഐസോലേഷൻ അതൊരു പ്രിവെന്റീവ് മെഷറാണ്. പിന്നെ എന്താണ് ഹാൻഡ് വാഷിംഗ്. അത് ഏറ്റവും നല്ല പ്രിവെന്റീവ് മെഷറാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് 10 പൈസ ചെലവില്ലാതെ നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു പ്രിവെന്റീവ് മെഷറാണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ കോവിഡിന്റെ സമയത്തൊക്കെ ഹാൻഡ് വാഷിംഗ് ഒക്കെ നിർബന്ധമാക്കിയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മളത് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ കുറെ അസുഖങ്ങളെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലായി, അസുഖം വരുന്ന ആ ഫ്രീക്വൻസി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ കണ്ടുവാണെങ്കിൽ. ഓക്കെ, പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ. അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളൊക്കെ നമ്മൾ വെയർ ചെയ്യാം. ഓക്കെ, പ്രത്യേകിച്ച് ഗ്ലൗസുകള്, മാസ്കുകൾ, ഇതൊക്കെ നിർബന്ധമായിരുന്നു. ഇതൊക്കെ നമുക്ക് ഇപ്പൊ അറിയാം, കാരണം നമ്മൾ കോവിഡ് ഒക്കെ എന്താണ് അതിജീവിച്ച് വന്ന ആൾക്കാരാണ്. ഈ അവസ്ഥയിലൂടെയൊക്കെ നമ്മളെല്ലാവരും കടന്നു പോയിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എന്താ പറയുന്നത്, പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ എടുക്കേണ്ട ചില പ്രിക്കോഷൻസ് അവിടെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കേണ്ട ചില മുൻകരുതലുകളുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആന്റി മൈക്രോബിയൽ സർഫസസ് ആണ്. അതായത് നമ്മുടെ സമ്പർക്കം വരുന്ന സർഫസസുകൾ ഉണ്ടല്ലോ, നമ്മൾ തൊടുന്ന സാധനങ്ങള്, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കള്, അതൊക്കെ എപ്പോഴും എന്താണ് അതായത് ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ട് സൂക്ഷിക്കാം. അതാണ് യൂസിങ് ആന്റി മൈക്രോബിയൽ സർഫസസ്. എപ്പോഴും അത് വിമുക്തമാക്കിയിട്ട് സൂക്ഷിക്കുക. അതൊരു മെത്തേഡാണ്. എട്ടാമത് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റുകളാണ് അവിടെ പഠിക്കാനുള്ളത് കേട്ടോ. പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി, ബാക്കിയൊക്കെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ പോയിന്റുകൾ? ഏതൊക്കെയാണ്? സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്, പിന്നെ PPE അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, പിന്നെ എന്താണ് അഡീഷണൽ കുറച്ച് പ്രിക്കോഷൻസ് പറയാനുണ്ട് കേട്ടോ. പിന്നെ എന്താണ് ആന്റി മൈക്രോബിയൽ സർഫസസ്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഓക്കെ, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ. ഇത്രയുള്ള ആ ചാപ്റ്റർ കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അങ്ങനെ നമുക്കത് വൈകിട്ട് okay with it. Symptoms of this infection എന്താണ് symptoms of this infection ആ ടോപ്പിക് ഉണ്ടല്ലോ, ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരോ? പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, സിംറ്റംസ് അല്ലേ? സിംറ്റംസ് അല്ലേ പറഞ്ഞത്? അതെ അതെ അതെ. ലക്ഷണങ്ങളാണ് കേട്ടോ. അതായത് നമുക്കൊരു നോസോകോമിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക കേട്ടോ. എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവും? ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. ഈ മുറിവുകളിൽ നിന്നുമൊക്കെ പഴുപ്പ് ഉണ്ടാവാൻ തുടങ്ങും. ഓക്കെ, പഴുക്കാനായിട്ടൊക്കെ തുടങ്ങും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ശരിക്കും മുറിവ് ഉണങ്ങേണ്ട സമയത്ത് ഉണങ്ങാതെ അതിങ്ങനെ പഴുപ്പൊക്കെ വരാൻ തുടങ്ങിയതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഈ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പൊ ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട് കേട്ടോ, മുറിവുകളിൽ നിന്നും ഉണ്ടാകുന്ന പഴുപ്പ്, ഇതൊരു ലക്ഷണമാണ്. അതുപോലെ ഫീവർ, പനി വരും, നമുക്ക് പനി വരും. പിന്നെ കഫ്, ചുമ വരും. അതുപോലെ തന്നെ ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. സഫോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ശ്വാസം മുട്ടൽ പോലെ, ശ്വാസമൊക്കെ എടുക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഓക്കെ, പിന്നെ എന്താണ്? ബേണിംഗ് വിത്ത് യൂറിനേഷൻ. നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഒരു പുകച്ചില് പോലെയൊക്കെ അനുഭവപ്പെടുക. ഓക്കെ, അതുപോലെ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ, മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട് വരിക. ഓക്കെ, പെയിൻ ഒക്കെ വരിക. പിന്നെ ഹെഡ് ഏക്ക്, തലവേദന. പിന്നെ നോസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? തലകറക്കമാണ് കേട്ടോ, തലകറക്കം. വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഛർദ്ദിക്കാൻ വരിക. ഡയേറിയ എന്ന് പറഞ്ഞാൽ വയറിളക്കം. ഓക്കെ, ഇതൊക്കെയാണ് പൊതുവായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ കേട്ടോ.
ഓക്കെ, നോസോകോമിയൽ ഇൻഫെക്ഷന് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ ആണോ? മനസ്സിലായോ? യെസ് മീൻസ് ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. കുളിക്കുന്നു. എവിടെ പോയി? മോനായിട്ടൊന്ന് വാശി പിടിച്ച്. ആണോ? മോൻ എന്തെങ്കിലും കുഞ്ഞു മോനാണോ? 1.25. എത്ര വയസ്സുണ്ട്? 1.25 വയസ്സ്. അത്രേ ഉള്ളൂ അല്ലേ? ചെറുതാ. കുറുമ്പനാണോ അപ്പൊ? അപ്പൊ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഭയങ്കര വാശിയാണ്. സാരില്ല, കുഴപ്പമില്ല. അത് കൊച്ചിനെയൊക്കെ വെച്ച് പഠിക്കാനിരിക്കേണ്ടത്, അത് തന്നെ വലിയ കാര്യം. ശരി, താങ്ക് യു. Thank you, Miss. Thank you, Miss.